രണ്ടാം വർഷ ജിയോളജിയിലെ ആറാമത്തെ ചാപ്റ്ററായ ജിയോളജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജിയോളജി ആൻഡ് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് all the features and conditions surrounding an organism. ഒരു ഓർഗാനിസവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരു ജീവജാലത്തിന് ചുറ്റുമുള്ള എല്ലാ സവിശേഷതകളുടെയും അവസ്ഥകളുടെയും ആകെ തുകയാണ് പരിസ്ഥിതി. എൻവയോൺമെൻറ്റ് പറഞ്ഞ പരിസ്ഥിതിയാണ്. എൻവയോൺമെൻറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് all the features and conditions surrounding an organism. ഒരു ജീവജാലത്തിന് ചുറ്റുമുള്ള എല്ലാ സവിശേഷതകളുടെയും അവസ്ഥകളുടെയും ആകെ തുകയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റൽ ജിയോളജി ഈസ് ദ ജിയോളജി അപ്ലൈഡ് ടു ലിവിങ് കണ്ടീഷൻസ്. എൻവയോൺമെൻറ്റൽ ജിയോളജി എന്ന് പറഞ്ഞത് ലിവിങ് കണ്ടീഷനോട് ബന്ധപ്പെട്ട ജിയോളജിയാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് എൻവയോൺമെൻറ്റൽ ജിയോളജി. എൻവയോൺമെൻറ്റൽ ജിയോളജിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തിനാണ് എൻവയോൺമെൻറ്റൽ ജിയോളജി നമ്മൾ പഠിക്കുന്നത്, എൻവയോൺമെൻറ്റൽ ജിയോളജിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. എൻവയോൺമെൻറ്റ് ജിയോളജി ഈസ് എൻ അപ്ലൈഡ് സയൻസ് ആൻഡ് ഇറ്റ് എയിംസ് ടു അണ്ടർസ്റ്റാൻഡ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, യൂസ് ജിയോളജിക് നോളേജ് ഫോർ പ്രോബ്ലം സോൾവിംഗ്, മിനിമൈസ് environmental degradation, resolve conflicts related to land use, optimize the use of natural resources, and maximize environmental benefits for the society. ജീവന്റെ നിലനിൽപ്പിന് അനുയോജ്യമായ ആവാസ വ്യവസ്ഥയുള്ള ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. ഭൂമിയിലാണ് ജീവന്റെ നിലനിൽപ്പിന് അനുയോജ്യമായ ഒരു ആവാസ വ്യവസ്ഥയുള്ളത്. മറ്റൊരു ഗ്രഹത്തിലും ഇങ്ങനൊരു ആവാസ വ്യവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ എല്ലാ വിഭവങ്ങളോടും നാം കടപ്പെട്ടിരിക്കുന്നു. ഗാന്ധിജി പറയുന്ന പോലെ ഭൂമിയിൽ നമുക്കാവശ്യമുള്ള എല്ലാ വിഭവങ്ങളുണ്ട്, എന്നാൽ നമ്മുടെ അത്യാർത്തി തീർക്കാനുള്ള വിഭവങ്ങളില്ല എന്നത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എൻവയോൺമെൻറ്റ് ജിയോളജി ഈസ് ആൻ അപ്ലൈഡ് സയൻസ് ആൻഡ് ഇറ്റ് എയിംസ് ടു അണ്ടർസ്റ്റാൻഡ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. പാരിസ്ഥിതികമായ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നതാണ് ഈ എൻവയോൺമെൻറ്റ് ജിയോളജി. പാരിസ്ഥിതികമായ പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യുന്നതാണ് എൻവയോൺമെൻറ്റ് ജിയോളജി. ജിയോളജി നോളേജ് ഉപയോഗിച്ചിട്ട് പാരിസ്ഥിതികമായ പ്രശ്നങ്ങളെ കണ്ടെത്താനും അവ സോൾവ് ചെയ്യാനും അതിനെ മിനിമൈസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഉപയോഗത്തെ ഫലപ്രദമായി വിനിയോഗിക്കാനും അതുവഴി നമ്മുടെ സമൂഹത്തിന് മാക്സിമം ഉപകാരമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ സജ്ജമാക്കാനും ഈ എൻവയോൺമെൻറ്റൽ ജിയോളജി സഹായിക്കുന്നു. വായു, ജലം, ശിലകൾ, സോയിൽ, ലൈറ്റ്, ടെമ്പറേച്ചർ, ജീവജാലങ്ങൾ തുടങ്ങി എല്ലാം നമ്മുടെ ഭൗതിക പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ പരിസ്ഥിതിക്ക് പല രീതിയിലുള്ള കോട്ടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ വർദ്ധിക്കുകയാണ്, ഭൂമിയിൽ ജനസംഖ്യ വർദ്ധിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതിയിലെ വിഭവങ്ങളെ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ അവൻ ഉപയോഗപ്പെടുത്തുന്നു. അതുവഴി മണ്ണ്, ജലം, വായു ഇവയൊക്കെ മലിനമാകുന്നു. ഇത് നമ്മുടെ ജീവജാലങ്ങൾക്കും മറ്റു സസ്യ ജന്തു വിഭാഗത്തിനും ദോഷമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇപ്പം എൻവയോൺമെൻറ്റൽ ജിയോളജി ഒരു അപ്ലൈഡ് സയൻസാണ്. എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ ജിയോളജിക്കലായിട്ടുള്ള
അല്ലെങ്കിൽ ഭൂഗർഭ വിജ്ഞാന ശാഖയുടെ അറിവുകൾ ഉപയോഗിച്ചിട്ട് പ്രോബ്ലം സോൾവിങ്ങിനും എൻവയോൺമെൻ്റൽ ഡീഗ്രഡേഷനെ മിനിമൈസ് ചെയ്യാനും അതിനെ സോൾവ് ചെയ്യാനും നാച്ചുറൽ റിസോഴ്സസിനെ ഫലപ്രദമായി ഉപയോഗിക്കാനും അതുവഴി സമൂഹത്തിന് ഫലപ്രദമായ ഉപയോഗം സാധിച്ചു കൊടുക്കാനും എൻവയോൺമെൻ്റൽ ജിയോളജി മൂലം സാധിക്കുന്നു. അടുത്തത് ഇൻ്ററാക്ഷൻ എമംഗ് ദ എർത്ത് സബ്സിസ്റ്റംസ്. ഇൻ്ററാക്ഷൻ എമംഗ് ദ എർത്ത് സബ്സിസ്റ്റംസ്. എർത്ത് ഒരു മുഴുവനായ ഒരു സിസ്റ്റമായി സങ്കല്പിക്കുകയാണെങ്കിൽ എർത്ത് ഒരു സിസ്റ്റമാണ്. ഒരു കൂട്ടം വസ്തുക്കളുടെ ഇൻ്റർ കണക്ഷൻസ് ചേർന്നതാണ് എർത്ത് സിസ്റ്റം. എർത്ത് ഒരു സിസ്റ്റമായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സബ് സിസ്റ്റംസുകളാണ് അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ബയോസ്ഫിയർ. അറ്റ്മോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും ലിത്തോസ്ഫിയറും ബയോസ്ഫിയറും ഒക്കെ എർത്ത് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണ്. ഒരു ഹോൾ സിസ്റ്റമായിട്ട് എർത്തിനെ, ഭൂമിയെ ഒരു മുഴുവൻ സിസ്റ്റമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അതിലുള്ള സബ് വ്യൂഹങ്ങളാണ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം, ഹൈഡ്രോസ്ഫിയർ, ജലമണ്ഡലം, ലിത്തോസ്ഫിയർ, പാറ, മണ്ണൊക്കെ ഉള്ള സ്ഥലമണ്ഡലം, ബയോസ്ഫിയർ, ജീവജാലങ്ങളുള്ള മണ്ഡലം. ഇവ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. ഇവയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിച്ചാൽ അത് മറ്റു മണ്ഡലങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു മണ്ഡലമാണ് ക്രയോസ്ഫിയർ. ഭൂമിയിലെ ജലമുള്ള, സോളിഡായിട്ടുള്ള ജലമുള്ള ഭാഗത്തെ ഒന്നിച്ചു പറയുന്ന പേരാണ് ക്രയോസ്ഫിയർ. സീ ഐസ്, കടലിലുള്ള ഐസ്, ലേക്കിലുള്ള ഐസ്, ഭൂമിയിലെ ചില ഭാഗങ്ങളിൽ ധ്രുവപ്രദേശങ്ങളിലൊക്കെ ഉള്ള ഐസ്, ഈ ഐസുള്ള ഖരാവസ്ഥയിലുള്ള ജലത്തിൻ്റെ ഖരാവസ്ഥയിലുള്ള ഈ മാറ്ററിനെ ഒന്നിച്ചു പറയുന്ന പേരാണ് ക്രയോസ്ഫിയർ. വാട്ടർ ഈസ് ഇൻ സോളിഡ് ഫോം, അതാണ് ക്രയോസ്ഫിയർ. റിവറിലെ ഐസ് പറയാം, സ്നോ കവർ പറയാം, ഗ്ലേഷ്യേഴ്സ് പറയാം, ഐസ് ക്യാപ്സ് പറയാം, ഐസ് ഷീറ്റ്, കടലിലുള്ള ഐസ്, ലേക്കിലുള്ള ഐസ് തുടങ്ങി ഈ ഭൂമിയിലെ സോളിഡായിട്ട് കാണപ്പെടുന്ന ജലത്തിൻ്റെ രൂപത്തെ ഒന്നിച്ച് ക്രയോസ്ഫിയർ എന്ന് പറയാം. ഹൈഡ്രോസ്ഫിയറിൻ്റെ ഒക്കെ ഒരു ഭാഗമാണെന്ന് പറയാം. മറ്റൊന്ന് ആന്ത്രോസ്ഫിയർ, മറ്റൊരു മണ്ഡലമാണ്, ഒരു സബ് വ്യൂഹത്തിൽപ്പെട്ട ഒരു ചെറിയ വ്യൂഹമാണ് ആന്ത്രോസ്ഫിയർ അല്ലെങ്കിൽ ടെക്നോസ്ഫിയർ. എ പാർട്ട് ഓഫ് ദ എൻവയോൺമെന്റ് ദാറ്റ് ഈസ് മെയ്ഡ് ഓർ മോഡിഫൈഡ് ബൈ ഹ്യൂമൻസ് ഫോർ ഹാബിറ്റൈറ്റ്സ് ഈസ് ആൾസോ റിലവൻറ്റ്. ഈ ആന്ത്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൗമ വ്യവസ്ഥകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് ആന്ത്രോസ്ഫിയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ടെക്നോസ്ഫിയർ എന്ന് പറയുന്നത്. ആവാസ വ്യവസ്ഥകൾക്കായി മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളതോ പരിഷ്കരിച്ചിട്ടുള്ളതോ ആയ പരിസ്ഥിതിയുടെ ഭാഗമാണ് ആന്ത്രോസ്ഫിയർ. ഈ മണ്ഡലങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇവ തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ബയോസ്ഫിയർ രൂപപ്പെടുന്നത്. മറ്റൊരു ഗ്രഹത്തിലും ഇല്ലാത്തതാണ് ഈ ബയോസ്ഫിയർ. ഇവയൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവർക്കെല്ലാം ഈ ഈ എല്ലാ മണ്ഡലങ്ങളിലുള്ള ഊർജ പ്രവാഹത്തിന് സഹായിക്കുന്ന സ്രോതസ്സാണ് സൂര്യൻ. ഇപ്പം സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ആ ഊർജമാണ് ഈ എല്ലാ സ്ഫിയറിലൂടെയും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത്. Interaction among the various spheres of the earth. ടെക്സ്റ്റ് ബുക്കിലെ 144 പേജിലുള്ള ഒരു ഫിഗർ ഉണ്ട്. ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് ഈ സ്ഫിയേഴ്സ് തമ്മിലുള്ള പരസ്പര ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജലാശയങ്ങളിൽ നിന്ന് ജലം, സൂര്യൻ്റെ ചൂട് കൊണ്ട് ജലാശയങ്ങളിലെ ജലം നീരാവിയായിട്ട് ആകാശത്തേക്ക് പോകും.
അത് മേഘമാകും. മേഘം തണുത്ത് അത് മഴയായിട്ട് ഭൂമിയിൽ വന്ന് പതിക്കും. അങ്ങനെ ലിത്തോസ്ഫിയറിൽ ഈ മഴവെള്ളം പതിച്ചാൽ കുറേയൊക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്തു പോകും, കുറേയൊക്കെ അതിന് മുകളിലൂടെ ഓവർഫ്ലോ നടക്കും. അപ്പോൾ വെതറിങ് ഇറോഷൻ പറയുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അത് വീണ്ടും കടലിൽ പോയി ചേരും, കുറേ ഗ്രൗണ്ട് വാട്ടറായി മാറുന്നു. കടലിൽ വന്ന് ചേരുമ്പോൾ ഒപ്പം സെഡിമെന്റേഷൻ നടക്കും, അവസാദ ശിലകൾ രൂപപ്പെടും. വീണ്ടും ഈ ജലം നീരാവിയായിട്ട് ആകാശത്തേക്ക് പോകുന്നു. അപ്പോൾ ഹൈഡ്രോസ്ഫിയറും ലിത്തോസ്ഫിയറും അറ്റ്മോസ്ഫിയറും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവയുടെ തമ്മിലുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നത് സൂര്യനാണ്. സൂര്യൻ എന്ന ഊർജ സ്രോതസ്സാണ്. ഈ ആശയമാണ് ഇൻ്ററാക്ഷൻ എമംഗ് ദ വേരിയസ് സ്ഫിയേഴ്സ് ഓൺ ദ എർത്ത്. ഭൂമിയിലുള്ള സ്ഫിയേഴ്സ് തമ്മിൽ പരസ്പരം ഇൻ്ററാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ചിത്രമാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. അടുത്തത് ഹ്യൂമൻ ഇൻ്ററാക്ഷൻ വിത്ത് ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിൽ, പരിസ്ഥിതിയിൽ മനുഷ്യരുടെ പ്രവർത്തനം, മനുഷ്യപ്രയത്നം അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രവർത്തനം എൻവയോൺമെൻറ്റിനെ പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. The sources on which mankind is dependent are provided by the various sources from the spheres: atmosphere, hydrosphere, lithosphere, biosphere. അറ്റ്മോസ്ഫിയറിലും ഹൈഡ്രോസ്ഫിയറിലും ലിത്തോസ്ഫിയറിലും ബയോസ്ഫിയറിലും മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായിട്ട് പല മാറ്റങ്ങളും സംഭവിക്കുന്നു. അറ്റ്മോസ്ഫിയറിൽ, ഉദാഹരണമായിട്ട് അറ്റ്മോസ്ഫിയറിൽ അത് വായുമണ്ഡലമാണ്. പലതരത്തിലുള്ള പൊല്യൂട്ടൻസ് വായുവിലുണ്ടാകുന്നുണ്ട്. ഇൻഡസ്ട്രി വഴി, ഓട്ടോമൊബൈൽസ് വഴി, ഫോസിൽ ഫ്യൂവൽസ് വഴി. ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്യൂവൽസ് ഫ്രം ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയും നമ്മൾ. കോള്, പെട്രോള്, ഗ്യാസ് ഇതൊക്കെ ഫോസിൽ ഇന്ധനങ്ങളാണ്. ഈ ഫോസിൽ ഇന്ധനങ്ങൾ വഴി അന്തരീക്ഷത്തിലേക്ക് അളവറ്റ മാലിന്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ പരിസ്ഥിതി അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ മലിനമാകുന്നുണ്ട്. ഹൈഡ്രോസ്ഫിയറിൽ ഇതുപോലെ തന്നെ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. അഗ്രികൾച്ചറിൻ്റെ ഫലമായിട്ട്, ഇൻഡസ്ട്രിയൽ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. ഡിഫോറസ്റ്റേഷൻ വഴി സംഭവിക്കുന്നുണ്ട്. അതുപോലെ പലതരത്തിലുള്ള കെമിക്കൽസ്, ഈ ഇൻഡസ്ട്രിയലായിട്ടും അഗ്രികൾച്ചറായിട്ടും പലതരത്തിലുള്ള കെമിക്കലും അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളും ഇൻഡസ്ട്രിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു. അതും ഹൈഡ്രോസ്ഫിയറിൽ പല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ സീവേജ് വഴിയും പലതരത്തിലുള്ള മാലിന്യങ്ങളും ഹൈഡ്രോസ്ഫിയറിൽ അല്ലെങ്കിൽ ജലമണ്ഡലത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും ലിത്തോസ്ഫിയറും പല തരത്തിൽ നാശമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ മനുഷ്യൻ്റെ പ്രയത്നം വളരെ വലുതാണ്. ലിത്തോസ്ഫിയറിൽ ഇതുപോലെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ലിത്തോ മീൻസ് റോക്കാണ് അല്ലെങ്കിൽ സ്റ്റോണാണ്. സോയിൽ, സ്റ്റോണ്, സാൻഡ്, റോക്സ്, മിനറൽസ് ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ ലിത്തോസ്ഫിയർ. അതിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. മിനറൽസ് ഈ കുഴിച്ചെടുക്കുമ്പോൾ പലതരത്തിലുള്ള മാലിന്യങ്ങളും ടോക്സിക് ആയിട്ടുള്ള പല മിനറൽസും അല്ലെങ്കിൽ വിഷാംശമുള്ള പല മിനറൽസും മണ്ണിലേക്ക് വരുന്നുണ്ട്. കോൾ ഈ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തും ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ ഉൽപ്പാദനം നടക്കുന്ന സമയത്തും പലതരത്തിലുള്ള രാസവസ്തുക്കളും ലിത്തോസ്ഫിയറിനെ മലിനമാക്കുന്നുണ്ട് അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിന് കേടുവരുത്തുന്നുണ്ട്. ഇതൊക്കെ പലതും മനുഷ്യൻ്റെ പ്രയത്നഫലമായിട്ടാണ്. അതുപോലെ തന്നെ കോറിയിങ് ആൻഡ് മൈനിങ് ഹാവ് പ്രൊഡ്യൂസ്ഡ് ഇമ്മൻസ് ഇമ്പാക്ട്സ്. കോറിയിങ്, ഖനനം വഴി, അത് അണ്ടർഗ്രൗണ്ട് മൈനിങ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ കാസ്റ്റ് മൈനിങ് ഉണ്ട്. ഭൂമിയുടെ പുറന്തോട് പൊളിച്ചിട്ട് അവിടെ നമ്മൾ പലതരത്തിലുള്ള മിനറൽസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിയുടെ അടിയിലേക്ക് പോയിട്ട് അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ പലതരം മിനറൽസ് എടുക്കുന്നുണ്ട്. ഈ രണ്ട് രീതിയിലും ലിത്തോസ്ഫിയറിന് മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായിട്ട് ദോഷമുണ്ടാകുന്നുണ്ട്. അടുത്ത് ബയോസ്ഫിയറിനും ഇതുപോലെ തന്നെ. ബയോസ്ഫിയർ ഈസ് റിലേറ്റീവ്ലി തിൻ ലെയർ ഓൺ എർത്ത് ഇൻ വിച്ച് ലൈഫ് ക്യാൻ എക്സിസ്റ്റ്. ലൈഫ് ഉള്ള മണ്ഡലമാണ് ബയോസ്ഫിയർ. ഈ ബയോസ്ഫിയറിനും ഇതുപോലെ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്നുണ്ട്. ലിത്തോസ്ഫിയറിനും ഹൈഡ്രോസ്ഫിയറിനും
അറ്റ്മോസ്ഫിയറിനും എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായിട്ട് മലിനമാവുകയാണെങ്കിൽ, മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായിട്ട് ദോഷമുണ്ടാവുകയാണെങ്കിൽ, മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഡീഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ബയോസ്ഫിയറിലും അനുഭവിക്കേണ്ടി വരും എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആന്ത്രോപ്പോജനിക് ആക്ടിവിറ്റീസ്, പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായിട്ട്, കൃഷി ഉൽപ്പാദനത്തിൻ്റെ ഫലമായിട്ട് പലതരത്തിലുള്ള കെമിക്കൽസ് നമ്മൾ മണ്ണിലേക്ക് ചേർക്കുന്നുണ്ട്. പലതരത്തിലുള്ള കീടനാശിനികൾ നമ്മുടെ അന്തരീക്ഷത്തിലേക്കും മണ്ണിലേക്കും വെള്ളത്തിലേക്കും വരുന്നുണ്ട്. അർബനൈസേഷൻ, കെട്ടിട നിർമ്മാണത്തിൻ്റെ ഫലമായിട്ട് പലതരത്തിലുള്ള വസ്തുക്കളും നമ്മുടെ എൻവോൺമെൻറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഫലമായിട്ട്, അഗ്രികൾച്ചറിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട്, അർബനൈസേഷൻ്റെ ഫലമായിട്ട് ഒക്കെ എൻവോൺമെൻറ്റിന് പലതരത്തിലുള്ള നാശനഷ്ടങ്ങളും മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്നുണ്ട്. മാനേജിങ് ദ എൻവോൺമെൻറ്റ് മീൻസ് മാനേജിങ് ഹ്യൂമൻ ബിഹേവിയർ. എൻവോൺമെൻറ്റിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞത് ഹ്യൂമൻ ബിഹേവിയറിൻ്റെ, മനുഷ്യൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. പരിസ്ഥിതിക്ക് മാറ്റം വരുത്തേണ്ടത് മനുഷ്യൻ്റെ മനോഭാവത്തിലാണ് മാറ്റം വരുത്തേണ്ടത് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. മനുഷ്യൻ്റെ മനോഭാവത്തിലുള്ള മാറ്റം വരുത്തൽ, മനുഷ്യൻ്റെ മനോഭാവത്തിലുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എൻവോൺമെൻറ്റിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനും നമ്മളെ സഹായിക്കും. എവറി മാൻ മെയ്ഡ് ആക്ടിവിറ്റി ഹാസ് സം ഇമ്പാക്റ്റ് ഓൺ ദ എൻവോൺമെൻറ്റ്. ഓരോ മനുഷ്യൻ്റെയും പ്രവർത്തനങ്ങൾ നമ്മുടെ എൻവോൺമെൻറ്റിൽ പലതരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷനും അഗ്രികൾച്ചർ ആക്ടിവിറ്റീസും അർബനൈസേഷനും മനുഷ്യൻ്റെ പ്രവർത്തനപരമായിട്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ എൻവോൺമെൻറ്റിന് വരുത്തുന്നുണ്ട്. അടുത്തത് എൻവോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ഓഫ് മൈനിങ് ആൻഡ് കോറിയിങ്. നമ്മുടെ പരിസ്ഥിതിക്ക് മൈനിങ് അല്ലെങ്കിൽ കോറിയിങ് കൊണ്ട് പലതരത്തിലത് സ്വാധീനിക്കുന്നുണ്ട്. ഖനന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അല്ലെങ്കിൽ കോറിയിങ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ എൻവോൺമെൻറ്റിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. എൻവോൺമെൻറ്റ് പൊല്യൂട്ടഡ് ആവുന്നുണ്ട്. എൻവോൺമെൻറ്റ് ഡീഗ്രഡേഷൻ നടക്കുന്നുണ്ട്. എൻവോൺമെൻറ്റിന് നാശം സംഭവിക്കുന്നുണ്ട്. ഇത് ഭൂമി ഒരു ആസ് എ ഹോൾ സിസ്റ്റമായിട്ട് നമ്മൾ ചിത്രീകരിക്കുകയാണെങ്കിൽ, ഭൂമിയെ ഒരു വ്യൂഹമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അതിൽ ലിത്തോസ്ഫിയറിനും ഹൈഡ്രോസ്ഫിയറിനും അറ്റ്മോസ്ഫിയറിനും ബയോസ്ഫിയറിനും പലതരത്തിലുള്ള ദോഷങ്ങളും പലതരത്തിലുള്ള നാശനഷ്ടങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും എൻവോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ഓഫ് മൈനിങ് ആൻഡ് കോറിയിങ് വഴി ഉണ്ടാകുന്നുണ്ട്. എഫക്ട്സ് ഓഫ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? എഫക്ട്സ് ഓൺ ലിത്തോസ്ഫിയർ. മൈനിങ് കോറിയിങ്ങിൻ്റെ ഫലമായിട്ട്, ഖനന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ലിത്തോസ്ഫിയറിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്? ഡിഫോറസ്റ്റേഷൻ, ലാൻഡ് ഡീഗ്രഡേഷൻ ആൻഡ് ലാൻഡ് പൊല്യൂഷൻ, ലാൻഡ് സബ്സിഡൻസ്, ലാൻഡ് സ്ലൈഡ്, അക്യുമുലേഷൻ ഓഫ് കോറി വേസ്റ്റ്. പ്രധാനമായിട്ടും 5 പോയിൻ്റാണ് വിശദീകരിക്കാനുള്ളത്. എഫക്ട്സ് ഓഫ് ലിത്തോസ്ഫിയറിൽ ഒന്ന് ഡിഫോറസ്റ്റേഷൻ, മറ്റൊന്ന് ലാൻഡ് ഡീഗ്രഡേഷൻ ആൻഡ് ലാൻഡ് പൊല്യൂഷൻ, മൂന്നാമത്തെ ലാൻഡ് സബ്സിഡൻസ്, നാലാമത്തെ ലാൻഡ് സ്ലൈഡ്, അഞ്ചാമത്തെ അക്യുമുലേഷൻ ഓഫ് കോറി വേസ്റ്റ്. ഈ ഡീഫോറസ്റ്റേഷനിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. എഫക്ട്സ് ഓഫ് ലിത്തോസ്ഫിയർ, അതിൽ ഒന്നാമത്തെ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയും. ഡീഫോറസ്റ്റേഷൻ പറഞ്ഞാൽ മരം മുറിച്ചു മാറ്റുക അല്ലെങ്കിൽ വനനശീകരണം എന്ന് പറയാം. നമുക്ക് വനത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ലിത്തോസ്ഫിയറിൽ ഉണ്ടാകുന്നത്?
നമുക്കറിയാം റെയിൻ ഫോറസ്റ്റ്, നല്ല ഫോറസ്റ്റ്, അത് സോഴ്സ് ഓഫ് ഓക്സിജനാണ്, അത് നഷ്ടപ്പെടും. വുഡ്, മരങ്ങൾ നഷ്ടപ്പെടുമെന്ന്. മരങ്ങളിൽ പല മെഡിസിൻസും ഉണ്ട്, ആ മെഡിസിൻസിന് പിന്നെ നാശം സംഭവിക്കും. ഇപ്പോൾ ഡീഫോറസ്റ്റേഷൻ വഴി ഒരുപാട് പ്രശ്നങ്ങൾ ഈ പരിസ്ഥിതിക്കുന്നുണ്ടാകുന്നുണ്ട്. വെതറിങ് സംഭവിക്കും, ഇറോഷൻ സംഭവിക്കും, മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ, മാസ് വേസ്റ്റിംഗ്, ലാൻഡ് സ്ലൈഡ്സ്, ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഈ ഡിഫോറസ്റ്റേഷൻ വഴി സംഭവിക്കാം. ഇപ്പോൾ ഡിഫോറസ്റ്റേഷൻ ലിത്തോസ്ഫിയറിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. മറ്റൊന്ന് ലാൻഡ് ഡീഗ്രഡേഷൻ ആൻഡ് ലാൻഡ് പൊല്യൂഷൻ. ലാൻഡ് കുറഞ്ഞു വരുന്നതും ലാൻഡ് പൊല്യൂഷനും ലിത്തോസ്ഫിയറിനെ ബാധിക്കുന്ന മറ്റൊരു പോയിന്റാണ്. മൈൻ ചെയ്യും, ലാൻഡ് ഡീഗ്രഡേഷൻ ആൻഡ് ലാൻഡ് പൊല്യൂഷൻ. മൈൻ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ലാൻഡിൻ്റെ അളവ്, ഭൂമിയുടെ അളവ് കുറഞ്ഞു വരും. അതോടൊപ്പം തന്നെ മൈൻ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള രാസവസ്തുക്കളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ രാസവസ്തുക്കൾ മണ്ണിൻ്റെ ഗുണനിലവാരത്തെ നശിപ്പിക്കുന്നുണ്ട്. കൂടാതെ പലതരത്തിലുള്ള രാസവസ്തുക്കൾ മണ്ണിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ പലതും പോയിസണസ് ആണ്. സസ്യങ്ങൾക്ക് വളരാൻ കഴിയാത്ത വിധം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ടോക്സിക് ആയിട്ടുള്ള ഈ പദാർത്ഥങ്ങളാണ് അവയൊക്കെ നമ്മുടെ ഭൂമിയിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ലിത്തോസ്ഫിയറിലേക്ക് വന്നാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പരിസ്ഥിതിക്ക് ഉണ്ടാകുന്നുണ്ട്. ലാൻഡ് സബ്സിഡൻസ്. മൈനിങ്ങിൻ്റെ ഫലമായിട്ട് ചില ഭാഗങ്ങൾ താഴത്തേക്ക് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ചും കോൾ മൈനിങ്ങിൻ്റെ ഒക്കെ ഫലമായിട്ട് പല സ്ഥലങ്ങളിലും ലാൻഡിന് സബ്സിഡൻസ് സംഭവിക്കുന്നുണ്ട്. അണ്ടർഗ്രൗണ്ട് മൈനിങ് നടക്കുമ്പോൾ പുറം ഭാഗത്ത് ഉപരിതലത്തിൽ ഭൂമിയിൽ വലിയ കേടൊന്നും നമുക്ക് കാണുന്നില്ല. പക്ഷേ അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിൻ്റെ ഫലമായിട്ട് വലിയ തരത്തിലുള്ള ഹോൾസ് ഭൂമിക്കടിയിലുണ്ടാകുന്നു, വലിയ തരത്തിലുള്ള തുരങ്കങ്ങൾ ഭൂമിയുടെ അടിയിലുണ്ടാകുന്നുണ്ട്, വലിയ തരത്തിലുള്ള കാവിറ്റീസ് ഭൂമിയുടെ അടിയിലുണ്ടാകുന്നുണ്ട്. ഇതും മൈൻ കൊളാപ്സിനും അതുവഴി ലാൻഡ് സബ്സിഡൻസിനും കാരണമാകുന്നു. ലാൻഡ് താഴത്തേക്ക് ഇടിഞ്ഞു വീഴുന്നതിനും കാരണമാകുന്നു. മറ്റൊന്ന് ലാൻഡ് സ്ലൈഡ്സ്. മൈനിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മറ്റൊരു വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ്, ലിത്തോസ്ഫിയറിൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നമാണ് ലാൻഡ് സ്ലൈഡ്സ്. ഇപ്പോൾ ഈ വർഷം കേരളത്തിൽ 2-3 വർഷങ്ങളായിട്ട് കേരളത്തിൽ ഒരുപാട് ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാകുന്നുണ്ട് മഴക്കാലത്ത്. അത് ഭൂരിഭാഗവും ഈ മൈനിങ്ങിൻ്റെ ഒക്കെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. മറ്റൊന്ന് അക്യുമുലേഷൻ ഓഫ് കോറി വേസ്റ്റ്. ഈ കോറിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വേസ്റ്റ് നമുക്ക് സംസ്കരിക്കാനോ അത് നശിപ്പിക്കാനോ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അക്യുമുലേഷൻ ഓഫ് കോറി വേസ്റ്റ്, പലതരത്തിലുള്ള കോറി വേസ്റ്റുകൾ. ഈ കോറി വേസ്റ്റിൽ പലതരത്തിലുള്ള കെമിക്കൽസ് ഉണ്ട്. അത് ടോക്സിക് ആണ്, പോയിസണസ് ആണ്. ഇവ വേണ്ട രീതിയിൽ പിന്നെ സംസ്കരിക്കാനോ അത് ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്താനോ നമുക്ക് കഴിയില്ല. അത് നമ്മുടെ പരിസ്ഥിതിക്ക്, പ്രത്യേകിച്ച് ലിത്തോസ്ഫിയറിൽ പലതരത്തിലുള്ള ദോഷങ്ങൾ സംഭവിക്കുന്നു. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ദോഷം സംഭവിക്കുന്നുണ്ട്, ജീവജാലങ്ങൾക്ക് ദോഷം സംഭവിക്കുന്നുണ്ട്. പലതിലും ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പോയിസണസ് ആയിട്ടുള്ള വസ്തുക്കളായിരിക്കും ഈ കോറി വേസ്റ്റിൽ ഉണ്ടാകുക.